ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല വെയിലാട്ടോ, അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ ഉണങ്ങി നിൽക്കുകയാണ്. ഇതൊരു റോസയാണ്, നല്ല കട്ട പൂണ്ടാവുന്ന റോസയാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു നാരകത്തിൻ്റെ തൈയും കൂടി നിൽക്കണോണ്ട് അത് രണ്ടിൻ്റെയും വേര് ചെട്ടിയിലേക്ക് ഇറങ്ങിയിട്ട് അത് വെള്ളം ഒഴിച്ചിട്ടത് ചീഞ്ഞു പോകാനൊക്കെ ഉണങ്ങാനും ഒക്കെ ഉള്ളൊരു ടെൻഡൻസി കേട്ടോ. അപ്പോൾ ഇനി ഇതിന് ചെട്ടിയിൽ നിന്ന് മാറ്റണം. ഇതിനി ഞാൻ മണ്ണിലേക്ക് തന്നെ നട്ടു കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് മെയിനായിട്ട് ഞാൻ വന്നത് ഈ ഓർക്കിഡുകളെയൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഈ മഴക്കാലത്ത് ഒച്ച് കയറിയിട്ട് ആകെ നാശാക്കി വെച്ചേക്കാം കേട്ടോ. നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് പൂത്ത് നിന്ന ചെടികളാണ്. ഞാൻ പറയാറുണ്ടല്ലോ എപ്പോഴും, ഇവിടെ നിറയെ ഒച്ചിൻ്റെ ശല്യമാണ്, ഭയങ്കര ശല്യമാണ് ഒച്ചിൻ്റെ. അപ്പോൾ പല ടൈപ്പ് ഒച്ചാണ്, ഒരു ടൈപ്പൊന്നുമല്ല, പല ടൈപ്പ് ഒച്ചുകളാണ്. എനിക്ക് എലിയും ഒച്ചും കൂടി ഈ ചെടികൾ മുഴുവൻ ഇങ്ങനെ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ മാറ്റി നട്ടില്ലെങ്കിൽ ഇതുപോലെ തന്നെ നിന്നിട്ട് നമ്മൾ വെള്ളവും വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒച്ചുകളാണിത് കൂടുതൽ വലുതായി വീണ്ടും മുട്ടയിട്ട് പെരുകും. അപ്പോൾ ഇതിനെ അത് റീപോർട്ട് ചെയ്ത് ഈ മണ്ണൊക്കെ മാറ്റി വേറെ മണ്ണിലേക്ക് ആക്കണം. ഇതൊക്കെ കണ്ടോ, ഇത് ഒച്ചുകൾ കയറി കളഞ്ഞതാട്ടോ. അപ്പോൾ ഇത് ഒരു കണ്ടോ ഒച്ചുകൾ കിടക്കണത്, ഇത് ഇത്രയൊന്നും അല്ലാട്ടോ, ഇതിൻ്റെയൊക്കെ ഡബിളാവും. ഇതൊക്കെ കുഞ്ഞുങ്ങളാണ്. ഇതിങ്ങനെ കിടന്നിട്ട് മണ്ണിൻ്റെ അടിയിൽ കുഞ്ഞു വെളുത്ത മുത്ത് പോലെയാണ് ഇതിൻ്റെ മുട്ടകൾ ഉണ്ടാവണത്. പിന്നെ മാത്രമുള്ള ആ ഒരു കുഞ്ഞു മുട്ടയിൽ നിന്ന് ഇത് ആന പോലത്തെ വലിയ ഒച്ചുകളായി മാറും. ഇവിടെയൊക്കെ ഞാൻ കൊന്നിട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ, എന്നാലും എന്തോരം കൊന്നാലും പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒച്ചുകൾ ഈ ഓർക്കിഡിന് നല്ല ശത്രുക്കളാണ്. അപ്പോൾ ഇനി ഇതുങ്ങളെയൊക്കെ മാറ്റി നടണം. ഇതൊരു 10 മാസം മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായി. അന്ന് ഞാൻ കോക്കനട്ട് ഷെല്ലിനകത്ത് ഈ ഓർക്കിഡിൻ്റെ പ്ലാന്റ്സിനെ പിടിപ്പിക്കണം, ഈ ബൾബുകളെ. അന്ന് ഞാൻ ഈ കോക്കനട്ട് ഷെല്ലിലാണിത് വച്ചത്. അതായത് നമ്മൾ തേങ്ങ പൊതിച്ചിട്ട് അതിൻ്റെ പൊതിമടലുണ്ടല്ലോ അതിനകത്ത്. അപ്പം ഞാൻ ഈ റോസേനെയും നാരകത്തിനെയും മാറ്റി നടാൻ പോകട്ടെ. അത് ഞാൻ വെറുതെ മണ്ണിലേക്ക് തന്നെ കുഴിച്ച് വയ്ക്കണുള്ളൂ, ചെട്ടിയിലാക്കണില്ല ഇനി. അപ്പോൾ ഈ തേങ്ങയുടെ ആ പൊതിമടലിനകത്ത് നമുക്ക് ചെടി നട്ട് കഴിഞ്ഞാലും ഒന്നും പറ്റില്ല കേട്ടോ. നമുക്ക് കുറേ നാൾ ആ ചെടി അങ്ങനെ നിന്നോളും, പോവില്ല. ഇതിപ്പോൾ ഒച്ച് കയറി കളഞ്ഞതാണ്, അല്ലാതെ പൊതിമണ്ടലിനകത്ത് നട്ടത് കൊണ്ട് പോയേക്കണതല്ല. ഞാനത് കാണിച്ചു തരാട്ടോ നിങ്ങളെ ലാസ്റ്റ്. ഇപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് പോട്ടിംഗ് മിക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് എടുത്തേക്കണത് ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കണത് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ അടിച്ചു വരുമ്പോൾ കിട്ടണ പായലില്ലേ, അതാട്ടോ. അത് നല്ലൊരു വളമാണ്. പിന്നെ ചാരം, ചാണകം, സാധാരണ മണ്ണ്, പിന്നെ കരിയില കമ്പോസ്റ്റ്. അതും ഞാനിങ്ങനെ കരിയില കൂട്ടി വെച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കമ്പോസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഓർക്കിഡിന് കുറേ നാൾ അതിങ്ങനെ പോവാതെ നിന്നോളും. നമ്മൾ ഈ കെമിക്കലായിട്ടുള്ള മരുന്നുകളും പൂക്കൾ ഉണ്ടാവാനായിട്ടുള്ള സ്പ്രേ ഒക്കെ മേടിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അറ്റ് എ ടൈമിൽ നമുക്കത് അതിൻ്റെ റിസൾട്ട് കിട്ടിയാലും പിന്നെ നമ്മളതിനെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഉണങ്ങി പോവുള്ളൂ കേട്ടോ. പക്ഷേ ഇങ്ങനെ നമ്മൾ നാച്ചുറലായിട്ട് നട്ടു കൊടുക്കുകയാണെങ്കിൽ ഒരു കാലത്തും അത് പോവില്ല, അത് അങ്ങനെ തന്നെ അവിടെ നിന്നോളും. അത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണതാണ്. എത്രയോ നാളുകളായിട്ട് ഞാൻ ഈ ഓർക്കിഡിനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതാണ്. പോവില്ല കേട്ടോ, അത് എന്ത് ചെയ്താൽ പോവില്ല. വേനലൊക്കെ വരുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കും പോലെ ഇരിക്കും കേട്ടോ. ഇതുണ്ട് നമ്മുടെ ഒരു ഓർക്കിഡിനകത്ത് പൂവിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറേ ബൾബുകളും ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടാട്ടോ നടണത്. കൂടുതലധികം പ്ലാന്റ്സുകൾ തിങ്ങി നിൽക്കുന്ന ചട്ടികളിൽ നിന്ന് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് വേറെ വേറെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഈ പൊതിമടലിനകത്ത് നിൽക്കണോണ്ട് തന്നെ നമുക്ക് ഈ മടലിങ്ങ് പൊക്കി എടുത്താൽ മതി കേട്ടോ. അവിടെ ഒരു ചട്ടിയുടെ ആവശ്യമില്ല. സത്യത്തിൽ നമുക്ക് ഈ മടലിൽ മാത്രം മതി. മഴക്കാലത്താണെങ്കിൽ ഇതിനിങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൂവുണ്ടാവും. പക്ഷേ വേനൽക്കാലത്ത് പറ്റില്ല കേട്ടോ. വേനൽക്കാലത്ത് ഒട്ടും ഈർപ്പം നിൽക്കാൻ അതിൽ മണ്ണ് കുറവായിരിക്കും. അപ്പോൾ ഈർപ്പം നിൽക്കില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതുപോലെ എപ്പോഴും നനച്ചുകൊണ്ടിരിക്കണം, 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യമൊക്കെ. പിന്നെ എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് എപ്പോഴും അങ്ങനെ കണ്ണും കൈയൊക്കെ എത്തിയെന്നിരിക്കില്ലല്ലോ. അപ്പോൾ ഒരു ദിവസമൊക്കെ നമ്മൾ വിട്ടു പോയി കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോകും. ഈ മടലുണ്ട്, ഇത് നമുക്കിങ്ങനെ വിട്ട് കിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഈ ഓർക്കിഡിൻ്റെ വേര് നന്നായിട്ട് ഈ പൊതിമടലിലേക്ക് അങ്ങോട്ട് പിടിച്ച് ഇവരിങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്കതിങ്ങനെ വേർപ്പെടുത്തി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതങ്ങനെ ചെട്ടിയില്ലെങ്കിലും നമുക്ക് ഈ മടലിൽ മാത്രമായിട്ടും ഈ ഓർക്കിഡ് വളർന്നു കിട്ടും. നമ്മൾ എപ്പോഴും നനച്ചു കൊടുത്താൽ മതി വേനൽക്കാലത്താണെങ്കിൽ. അല്ലെങ്കിൽ മഴക്കാലത്താണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കേണ്ട, അവിടെ അത് നിന്നോളും, നന്നായിട്ട് പൂവുണ്ടായിക്കോളൂ കേട്ടോ. പിന്നെ ഒച്ചയൊക്കെ ഉള്ള സ്ഥലത്താണ് പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ചട്ടിയുടെ അടിഭാഗത്തേക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുത്തു. ഇപ്പോൾ തേക്കിൻ്റെ ഇലയാണ് എനിക്കിപ്പോൾ കിട്ടിയത്. കിട്ടണത് ഏതാണോ മാവോ പേരോ എന്ത് ഇലയായാലും ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്.
അങ്ങനെ ഒരു അരഭാഗത്തോളം ഈ കരിയില നിറച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഓർക്കിഡിൻ്റെ ആദ്യമേ ഉള്ള കുറച്ച് മണ്ണ് വേരും ഒക്കെ കൂടിയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് പിന്നെ നമ്മൾ ഈ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കുന്നത്. ഓർക്കിഡിന് ഒരുപാട് മണ്ണിൻ്റെ ഒന്നും ആവശ്യമുള്ള ചെടിയല്ല കേട്ടോ. ഓർക്കിഡിന് മണ്ണ് തന്നെ വേണ്ട. പിന്നെ നമുക്കൊന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഗ്രൗണ്ട് ഓർക്കിഡിന്. പിന്നെ മറ്റുള്ള ഓർക്കിഡിന് മണ്ണേ വേണ്ടല്ലോ. ഗ്രൗണ്ട് ഓർക്കിഡിന് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം, അത് നല്ലതാണ്. ഇതുണ്ട് കുഞ്ഞു കുഞ്ഞു ചെനപ്പുകൾ ഇഷ്ടം പോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ പോട്ടി മിക്സിനകത്തേക്ക് ഈ തൈകളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ആ ടെറസിന് മുകളിൽ ഒരു 2 ആഴ്ച അങ്ങനെ തന്നെ വെച്ചായിരുന്നു കേട്ടോ, ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കൂടെ നനച്ച് കൊടുക്കണുണ്ടായി. പിന്നെ ഇനി ഇവിടെയാണ് ഇതൊന്ന് സെറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചേക്കണത്. അപ്പോൾ ഇവിടെ കുറേ ചെടികളൊക്കെ ആദ്യം ഉണ്ടായതാണ്. അപ്പോൾ കുറേയൊക്കെ ഉണങ്ങിയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഞാൻ ഇവിടുന്ന് മാറ്റി, ഇവിടെ ആകെ അലങ്കോലമായിട്ട് കിടക്കണം. അപ്പോൾ ഇനി മൊത്തം ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പുതിയ ഓർക്കിഡുകളെ ഇവിടെ കൊണ്ടുപോയി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു തുളസിയാണ്. ഈ തുളസിക്ക് സാധാരണ തുളസിയുടെ മണമല്ല കേട്ടോ, ഒരു കർപ്പൂരത്തിൻ്റെയൊക്കെ മണമാണ്. ഇനി ഇത് കർപ്പൂര തുളസിയാണോ എന്ന് എനിക്കറിയില്ല. കർപ്പൂര തുളസി എന്ന് പറഞ്ഞ് വേറൊരു പ്ലാന്റിനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിനും കർപ്പൂരത്തിൻ്റെ അതേ സ്മെല്ലാണ്. അപ്പോൾ ഞാൻ ഇതിനെല്ലാം ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ മതിലൊക്കെ ആകെ പായലും പൂപ്പലും പിടിച്ചിരിക്കുക കേട്ടോ. അതൊന്നും ക്ലീൻ ആക്കാനൊന്നും എനിക്ക് നേരമില്ല, ഞാൻ ചെയ്യണമില്ല. ഇപ്പോൾ എൻ്റെ പ്ലാന്റിനെ ഒന്ന് പോവാതെ സെറ്റ് ചെയ്യണം, അതാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ആ കല്ലൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ നിറയെ ഒച്ചാണല്ലോ, അപ്പോൾ ഈ ഒച്ചിനെ ഒന്ന് പ്രതിരോധിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുമ്മായം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുമ്മായം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കല്ലിൻ്റെ വിടവുകളിലും ഈ മതിലിലേക്കും പിന്നെ ഈ മതിലിലേക്കൊക്കെ ഈ കുമ്മായം ചെല്ലുമ്പോൾ ഈ പായലും പൂപ്പലൊക്കെ ഒന്ന് ഇളകി പോരും കേട്ടോ. അപ്പോൾ അതിൻ്റെ വിടവുകളിലെല്ലാം ഈ കുമ്മായം ഇട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഈ ഒച്ചുകൾ ഈ കല്ലിൻ്റെയൊക്കെ ഉള്ളിൽ വന്ന് ഇങ്ങനെ മുട്ടയിട്ടിരിക്കും കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ ഒന്നിനെയും കാണില്ല, പക്ഷേ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഒച്ചുകൾ കയറി ഇരുന്നിട്ട് വീണ്ടും അത് നമ്മുടെ ചെടിച്ചട്ടിയിലേക്ക് വരും. ഒച്ചിനെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ, ഇവിടെ ഭയങ്കര ശല്യമാണ് ഒച്ചിൻ്റെ. അങ്ങനെ ഞാൻ എല്ലായിടത്തും കുമ്മായമൊക്കെ ഇട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഈ പ്ലാന്റിനെയൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് വച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിന് നനച്ചു കൊടുത്താൽ മതി. ഈ പോട്ടി മിക്സ് തന്നെ കുറേ നാൾ അതിനകത്തു നിന്നുള്ള വളങ്ങൾ അതിൽ തന്നെ ഉണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞ് ഒരു 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വേറെ വളങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. അതായത് നമുക്ക് ചാണകവെള്ളം കലക്കി ഒഴിക്കുകയോ അങ്ങനെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളൂ. ഞാൻ ചെയ്യുമ്പോൾ അത് കാണിച്ചു തരാം. ഇനി പൂവൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കി ഞാൻ പ്രോഗ്രസ് വീണ്ടും വീഡിയോയിലൂടെ തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.